السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാർ, അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക ഓരോ വിശ്വാസിയുടെയും ആഗ്രഹമാണ്. മറ്റാരുടെയും ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവുമാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടത്. അതിനുള്ള വഴികൾ വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുക? നമ്മുടെ ആരാധനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ഇതെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടുന്നതിന് വേണ്ടിയാണ്. നാം രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നത്, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടുന്നതിന് വേണ്ടിയാണ്. വിശുദ്ധ ഖുർആനും തിരുനബിയുടെ ചര്യയും പരിശോധിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക. അള്ളാഹുവേ, നിന്റെ സ്നേഹം, നിന്റെ ഇഷ്ടം ഞാൻ ചോദിക്കുന്നു. അപ്പൊ അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പൊരുത്തവും നമ്മൾ ചോദിക്കണം. അള്ളാഹുവേ, എന്നെ ഇഷ്ടപ്പെടണം എന്ന് അള്ളാഹുവിനോട് നമ്മൾ പറയണം നിരന്തരമായിട്ട്. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടം. അള്ളാഹുവേ, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഇഷ്ടം എനിക്കുണ്ടാവണം. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ സ്നേഹത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനോടുള്ള ഒരു സ്നേഹം എനിക്കുണ്ടാക്കണം. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹുവിനോട് ഇഷ്ടം പറയണം, അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരുടെ ഇഷ്ടം കിട്ടണം. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാൻ ഇടയാവുന്ന അമലുകളെ, അതിനോടൊരു ഇഷ്ടമുണ്ടാവണം. ഈ പ്രാർത്ഥന ഒരു വിശ്വാസി അവൻ്റെ നിത്യജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇഷ്ടം ലഭിക്കാനുള്ള ഒരു കാര്യം ഇഹ്സാനാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു: ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ആരാണ് ഈ മുഹ്സിൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്സാൻ എന്നാൽ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ നിരന്തരമായി കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി പ്രവർത്തിക്കുക. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതം അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുക. അവരാണ് മുഹ്സിനീങ്ങൾ, സദ്വൃത്തരായ ആളുകൾ. അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്: ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. രണ്ടാമത്തത് തഖ്വയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പരിശുദ്ധ വ്രതം നമുക്ക് നിയമമാക്കിയതിനെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് എന്നാണ്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ നമ്മൾ തിന്മയിൽ ചെന്ന് വീഴുമോ എന്നുള്ള ഒരു ഉൾഭയം, അതാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ തിന്മയിൽ ഞാൻ ചെന്ന് വീഴുമോ എന്നുള്ള ഒരു ഉൾഭയത്തോടു കൂടി ജീവിക്കുക, ഒരു കരുതലോട് കൂടി ജീവിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഈ രണ്ട് വിഭാഗം, ഒന്ന് മുഹ്സിന്, ഒന്ന് മുത്തഖി, ഈ രണ്ട് വിഭാഗങ്ങളെയും അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് മറ്റൊരു വചനത്തിൽ പഠിപ്പിക്കുക. ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവര്, സത്വൃത്തരായ ആളുകൾ, അവരെ അള്ളാഹു വല്ലാതെ സ്നേഹിക്കുന്നു എന്നാണ്. ആ ഇഷ്ടവും പൊരുത്തവും നേടാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ് വിശ്വാസിനികളായ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള മൂന്നാമത്തെ കാര്യം നീതി പാലിക്കുക എന്നതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. നീതി പാലിക്കുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഉത്തരവാദിത്വമുള്ള പ്രവർത്തനങ്ങൾ നീതിയോടുകൂടി ചെയ്തു തീർക്കുക. ഒരു തൊഴിലാളിയാണെങ്കിൽ അയാളുടെ തൊഴിലിനോട്, ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാളുടെ ഉദ്യോഗത്തോട്, ഒരു കുടുംബനാഥനാണെങ്കിൽ അയാളുടെ കുടുംബത്തോട്, ഒരു പൊതുപ്രവർത്തകനാണെങ്കിൽ ആ പൊതുസമൂഹത്തോട് ഒക്കെ ഉത്തരവാദിത്തങ്ങൾ
ഭംഗിയായിട്ട് നിർവഹിക്കുന്ന, നീതിയോട് നിർവഹിക്കുന്ന ആളുകളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നീതിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ വിശദമായി കൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള ഒരു കാര്യം നമ്മൾ നീതി പാലിക്കുന്നവരാവുക എന്നുള്ളതാണ്. നമ്മുടെ കുടുംബത്തോട്, സ്നേഹിതരോട്, സുഹൃത്തുക്കളോട്, കൂട്ടായ്മകളോട്, ചുറ്റുപാടുകളോട് നീതിയോടുകൂടി. എന്താ ഈ നീതി എന്ന് പറഞ്ഞാൽ? എന്റെ ഭാഗത്ത് അനീതി ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ആരുടെയും അവകാശം ഞാൻ തട്ടിയെടുക്കുന്നില്ല, ആരെയും ഞാൻ അപമാനിക്കുന്നില്ല, ആരുടെയും അവകാശത്തെ ഇല്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുമെന്നതാണ്. മറ്റൊരു കാര്യം, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്നവർ തൗബയും തഹാറത്തുമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്തഹിരീൻ. തൗബ ചെയ്യുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ജീവിതത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. മനുഷ്യനാവുമ്പോൾ സ്വാഭാവികമായിട്ടും അബദ്ധങ്ങൾ ഉണ്ടാവും. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറയുന്നവൻ, ഞാൻ ആ തെറ്റിലേക്ക് ഇനി മടങ്ങുകയില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ഖേദിച്ചു മടങ്ങുന്നവൻ, അതാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് പറയുന്നത്. ഞാൻ ആ അബദ്ധത്തിലേക്ക് അള്ളാഹുവെ ഞാൻ ഇനി മടങ്ങുകയില്ല, എൻ്റെ ജീവിതത്തിന്റെ ദുർബലമായ നിമിഷത്തിലാണ് ഈ തെറ്റെന്നിൽ സംഭവിച്ചു പോയത്, അതുകൊണ്ട് ഞാൻ ആ തെറ്റിലേക്ക് ഞാൻ ഇനി മടങ്ങില്ല എന്ന് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് ഏറ്റുപറയുന്ന ആളുകള് അള്ളാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമാണ്. നമ്മൾ കരുതും നമ്മൾ തെറ്റ് ചെയ്താൽ, കുറ്റം ചെയ്താൽ അള്ളാഹുവിന് നമ്മോട് വലിയ കോപമായിരിക്കുമെന്നല്ല. തെറ്റു ചെയ്തവരോടും അങ്ങേയറ്റം ഇഷ്ടമുള്ളവനാണ് റബ്ബ്. അതാണ് റഹ്മാൻ റഹീം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ആർദ്രതയും കരുണയും അലിവും ഒക്കെ കാണിക്കുന്നവനാണ് റബ്ബ്. നമ്മൾ എത്ര കുരുത്തക്കേട് കാണിച്ചാലും ആ കുരുത്തക്കേടിൽ നിന്നൊരു മോചനം നമുക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് അള്ളാഹു. മറ്റൊന്ന് മുത്തത്തഹിരീൻ എന്നാ പറഞ്ഞത്, ശുദ്ധിയോടുകൂടി ജീവിക്കുന്നവൻ. പരസ്യമായിട്ട് അവരുടെ ജീവിതത്തില്, അതുപോലെ തന്നെ അവന്റെ ശരീരശുദ്ധി, മാനസിക ശുദ്ധി, അതെല്ലാം അതിൽ ഉൾപ്പെട്ടതാണ്. വിശുദ്ധി എന്നത് ഒരു മുഅ്മിനിന്റെ, വിശ്വാസിയുടെ അടയാളമാണ്. വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള മറ്റൊരു കാര്യം ക്ഷമയാണ്. നമുക്കൊക്കെ പറയാൻ എളുപ്പമുള്ളതും എന്നാൽ പ്രാവർത്തികമാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുമുള്ള ഒരു കാര്യമാണ് സഹനം, ക്ഷമ എന്ന് പറയുന്നത്. ഖുർആൻ പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. ക്ഷമിക്കുന്നവരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ ദുർബലനാകും. രോഗങ്ങള്, സാമ്പത്തിക ബാധ്യതകള്, കുടുംബകലഹങ്ങള്, സാമൂഹികമായ ഒറ്റപ്പെടലുകള് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ തളർന്നു പോകും. അങ്ങനെ തളർന്നു പോകാതിരിക്കുന്നവൻ, അഥവാ അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹു വിധിച്ചതേ വരൂ എന്ന് അവന്റെ മനസ്സിൽ ഉറപ്പിച്ച് നീങ്ങാൻ അവന് കഴിയണം. അള്ളാഹു തീരുമാനിച്ചതേ ഈ ഭൂമിയിൽ നടക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുമ്പോൾ അത് വല്ലാത്തൊരു ആശ്വാസമാണ് ഒരു മനുഷ്യൻ ലഭിക്കുന്നത്. അത് കരുതി നമുക്കൊന്നും ചെയ്യാനില്ല എന്നല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയോടുകൂടി പെർഫെക്റ്റ് ആയി ചെയ്യുന്നതോടൊപ്പം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ്. അള്ള വിധിച്ചതേ ഇനി വരികയുള്ളൂ എന്ന ആ ബോധമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. അങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വലിയ ഇഷ്ടമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. പരീക്ഷണങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. പലവിധ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോഴും മുസ്ലിം ലോകം വലിയൊരു പരീക്ഷണത്തിലൂടെ കടന്നു പോകുകയാണ്. നമ്മുടെയൊക്കെ വാപ്പമാര്, മക്കള്, ഉമ്മമാര്, സഹോദരങ്ങള് ഒക്കെ വലിയ പരിഭ്രാന്തിയിലാണ്. ഗൾഫ് യുദ്ധം ആരംഭിച്ച ഈ ഘട്ടത്തില് വലിയ ഒരു പരിഭ്രാന്തിയിലും ഉത്കണ്ഠയിലുമാണ് കഴിഞ്ഞു പോകുന്നത്. 90കളിൽ യുദ്ധമുണ്ടായ സന്ദർഭത്തില് അവർക്കൊക്കെയും അവരുടെ ജോലിയും അവരുടെ എല്ലാ ഏർപ്പാടുകളും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. അത് നമ്മുടെ നാട്ടിലുണ്ടാക്കിയ സാമ്പത്തികമായ ദുരിതങ്ങള്, അതുപോലെ സാമൂഹികമായ പ്രശ്നങ്ങള്, അസന്തുലിതാവസ്ഥ, ഇതൊക്കെ നമുക്കറിയാം. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ഉത്കണ്ഠാകുലരാണ്, ആശങ്കാകുലരാണ്. നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അത്തരം സന്ദർഭത്തിൽ വേണ്ടത്. അള്ളാഹുവേ, ഈ നാടുകളിൽ നീ സമാധാനവും അതുപോലെ സ്വസ്ഥതയും നിലനിർത്തണേ എന്ന് പരിശുദ്ധ റമദാനിലെ ഈ വിലപ്പെട്ട ദിനരാത്രങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകളിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങള്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യമാണ് വിനയം കാണിക്കുക എന്നത്. അഹങ്കാരത്തോടുകൂടി നടക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. എന്നാൽ വിനയത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, അഹങ്കാരികളായ
ഒരു വിഭാഗത്തെ ഇവിടുന്ന് കൊണ്ടുപോയാൽ അള്ളാഹു തിരികെ അതിന് പകരമായിട്ട് ആളുകളെ കൊണ്ടുവരുന്നത് വിനയാന്വിതരായ ആളുകളായിരിക്കും. അഹങ്കാരം കാണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാണ്, മനുഷ്യരോടുള്ള വെല്ലുവിളിയാണ്, ഈ ചുറ്റുപാടുകളിലുള്ള എല്ലാ വ്യവസ്ഥകളോടുമുള്ള വെല്ലുവിളികളാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അത്ര അഹങ്കാരിയാവാൻ പറ്റുന്ന തരത്തിലല്ല മനുഷ്യൻ ഓരോരുത്തരും ഉള്ളത്. ഒരുപാട് ദൗർബല്യങ്ങൾ ഉള്ളവരാണ് നമ്മളൊക്കെ തന്നെയും. അങ്ങനെ അഹങ്കാരം കാണിക്കുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടമല്ല. വിനയവും അലിവും ഒക്കെ കാണിക്കുന്നവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, വിനയം മനുഷ്യന്റെ വിലയും നിലയും ഉയർത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കണം. അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കണം അവന്. നോക്കൂ നിങ്ങൾ, ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുക എപ്പോഴാണ്? നമ്മുടെ അടുക്കൽ അമലുകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസം ശരിയാണെങ്കിൽ, നമ്മുടെ അടുക്കൽ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമാണ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള ഒരു ഉൾധൈര്യം നമുക്കുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഭയപ്പെടുന്ന വെറുക്കുന്ന ആളുകളെ അള്ളാഹുവും വെറുക്കുകയാണ്. അപ്പൊ നമ്മുടെ അടുക്കൽ അമലുണ്ടെങ്കിൽ, നമ്മുടെ അടുക്കൽ സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നാം ധൈര്യത്തോടു കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ ഗ്രഹിക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ കഴിയുന്ന, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ പറ്റുന്ന മറ്റൊരു സ്വഭാവമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പക്വതയും പാകതയും വിനയവും ഒക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ക ഫിൽ അംരി കുല്ലി. ഏതൊരു കാര്യത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പക്വതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം. എടുത്തു ചാടി ചെയ്യുക, ബഹളമുണ്ടാക്കി ചെയ്യുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കി ചെയ്യുക, ഇതിനേക്കാളൊക്കെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അതിനെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യുന്നവരെയാണ്. അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം, അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കും ഇഷ്ടം എന്നിതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു വിഭാഗം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യൽ ഖഫീ. സ്വയം പര്യാപ്തനായി നടക്കുന്ന ആളുകളുടെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് യാചിച്ച് അവന്റെ ഐഡന്റിറ്റി, അവന്റെ വ്യക്തിത്വം നശിപ്പിച്ച് അങ്ങനെ സമൂഹത്തിൽ താഴ്ന്നു നിൽക്കുന്നവനെയല്ല അള്ളാഹുവിന് ഇഷ്ടം. സ്വയം പര്യാപ്തനായി എനിക്ക് ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഒരു സഹായവും എനിക്ക് ഇപ്പൊ ആവശ്യമില്ല എന്ന് ധൈര്യത്തോടു കൂടി പറയാൻ കഴിയുന്ന, അങ്ങനെയൊക്കെ സ്വയം പര്യാപ്തനായി സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളെയാണ് അള്ളാഹുവിന് ഇഷ്ടം. ഇങ്ങനെ വിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ ഹദീസുകളും പരതുമ്പോ അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കുന്ന വിഭാഗത്തിന്റെ ഒട്ടേറെ സവിശേഷമായ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അത്തരം സ്വഭാവ ഗുണങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്നുള്ള ഒരു ആത്മവിചാരണക്ക്, ആത്മപരിശോധനയ്ക്ക് ഈ പരിശുദ്ധ റമളാനിലെ വിലപ്പെട്ട ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുവാൻ ഇത്തരം സദസ്സുകൾ നമുക്ക് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക വഅബ്ദിക മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.